ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. അസനദു, ഈ സനദ് എന്നാൽ ത്വരീഖുൽ ഹദീസി, ഹദീസിൻ്റെ വഴിയാണ് എന്ന് വെച്ചാൽ വഹുവ, ഈ വഴി എന്ന് പറഞ്ഞാൽ റിജാലുഹു, അതിൻ്റെ റിപ്പോർട്ടർമാരാണ്. അല്ലദീന റവൗഹു, ഇവിടെ റിജാലിന് പുരുഷനർത്ഥം വെക്കരുത് കേട്ടോ, കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പുരുഷനല്ലല്ലോ. അപ്പോൾ റിജാലുഹു അതിൻ്റെ വ്യക്തികൾ, ആ വ്യക്തികളാണ് പെണ്ണും പെടും. അല്ലദീന റവൗഹു, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ റിജാലിനിക്കാണ് എന്ത് പറയുന്നത്, ഇവിടെ ത്വരീഖുൽ ഹദീസ് എന്ന് പറയുന്നത്. അതാണ് സനദ് പറയുന്നത്. വൽ ഇസ്നാദു ബിമാനാഹു, ഈ ഇസ്നാദ് എന്ന് പറഞ്ഞാലും ആ അർത്ഥത്തിന് തന്നെയാണ്. സനദും ഇസ്നാദും ഒന്ന് തന്നെ. വഖദ് യജീഉ ബിമാനാ ദിക്രി സനദി, സനദ് പറയൽ എന്നർത്ഥനിക്കും അപൂർവമായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. വൽ ഹിക്കായത്തി അൻ ത്വരീഖിൽ മത്നി, മത്നിലേക്ക് എത്തിപ്പെടാനുള്ളതായിരിക്കുന്ന വഴിയെ തൊട്ട് ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിനിക്കും സനദ് ആരാണ് എന്ന് എണ്ണി പറയുക എന്ന അർത്ഥത്തിനിക്കോ ചിലപ്പോൾ എന്ത് പറയലുണ്ട്, ഇസ്നാദ് എന്നും പറയലുണ്ട്. കാരണം അസ്നദ യുസ്നിദു ഇസ്നാദൻ, അസ്നദ ഫുലാനുൻ, ഇന്നാലിനാട് സനദ് പറഞ്ഞു എന്നർത്ഥം വെക്കും അവിടെ. അപ്പോൾ ദിക്റു സനദിനെ മാനാക്കി ഏത് പറയും, ഇസ്നാദ് പറയും. സനദ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരെന്നെ, ആ വ്യക്തികൾക്കാണ് ഇത് പറയുന്നത് സനദ് കാരണം. പിന്നെ വൽ മത്നു, ഈ മത്ന് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഇന്ദഹാ ഇലൈഹിൽ ഇസ്നാദു, ഈ ഇസ്നാദ് ഏതിലേക്ക് പോയി അറ്റമായിരിക്കുന്നു അതിനെന്ത് പറയും, മത്ന് അറിയും. പോയി 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 അബൂ ഹുറൈറ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അബൂ ഹുറൈറയിലേക്ക് മുറ്റിയതായിരിക്കുന്ന മൗഖൂഫായ ഹദീസാണ്. അതിൻ്റെ സനദാണ് ഏത്, ആ മൂപ്പര വായിൽ നിന്ന് ആ ലഫ്സുകൾ. ചിലപ്പോൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറ്റിയതുണ്ടാവും, മുത്തനബിയുടെ വായിൽ നിന്ന് ലഫ്സ് ഉണ്ടാവില്ലേ, അതിനെന്ത് പറയും, മത്തിനെ അറിയും. മത്തിനെ എവിടേക്ക് മുട്ടിയോ, ലാസ്റ്റ് എവിടെ പോയി മുട്ടിയോ അതിനെന്താ പറയുക, മത്തിനെ അറിയും. ആ ഇനി വിഷയത്തേക്ക് കിടക്കുകയാണ്. അതിനുള്ള ഒരു മുന്നോടി അബുദാരി പറഞ്ഞിട്ട് വൈലം മെസ്കുത്ത് റാവിമിന റുവാത്തി, റിപ്പോർട്ടർമാരിൽ നിന്ന് റിപ്പോർട്ടറും ചാടിപ്പോയിട്ടില്ലെങ്കിൽ, മിനൽ ബൈനി, ഇടയിലും ചാടിയിട്ടില്ലെങ്കിൽ, ഫൽ ഹദീസ് മുത്തസിലും, അതിനെന്താ പറയുക, മുത്തസിലാ ഹദീസ് അറിയാം. ഒറ്റ വ്യക്തിയും പോയിട്ടില്ല എന്നെന്താ പറയും, മുത്തസിലാ ഹദീസാണ് അറിയാം. പിന്നെ ഒയ്സമ്മ അദബു സുക്കൂത്തി, ഈ ആൾ പോകായ്മ എന്നതിലേക്ക് പറയപ്പെടും ഇത്തിസാലൻ, അതിന് ഇത്തിസാൽ എന്നും പറയും. ആ ഹദീസിന് മുത്തസിൽ എന്നും പറയും. പിന്നെ വായിച്ചു നീ ഈ വിഷയത്തിൽ ഇങ്ങനെ നല്ലോ കേട്ടോ. വൈൻ സക്കത്ത വാഹിദുൻ ഔ അക്സറു, ഒന്നോ ഒന്നിൽ കൂടുതലോ ആളുകൾ ഇടയിൽ നിന്ന് ചാടിപ്പോയാൽ ഫൽ ഹദീസ് മുങ്കത്തിയൻ, ഹദീസ് എന്താ പറയും, മുങ്കത്തി എന്ന് പറയും. വാദ സുക്കൂത്തു ഇങ്കിത്താവുൻ, ഈ ആള് പോകൽ നീക്ക് ഇങ്കിത്താവ് എന്നും പറയും. ഒന്ന് മസ്തറും ഇസുഫായിലും കണക്ക് തന്നെ. അപ്പോൾ ആള് പോകൽ നീക്ക് എന്ത് പറയും, ഇങ്കിത്താഴി, ആള് പോയ ഹദീസിന് മുങ്കത്തി. ആ സുക്കൂത്തു, ഈ പോക്ക് ഇമ്മായക്കൂനമിൻ അവല് സനദി, ഒന്നിക്ക് സനദിൻ്റെ ഇങ്ങേ തലയായിരിക്കും. ഇങ്ങേ തലക്ക് അവല് അറിയട്ടോ, അവല് പറഞ്ഞാൽ ഇങ്ങേ തല. ഇങ്ങേ തല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാനാണ് ഇങ്ങേ തല. പോയി 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 ഇന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞു, ഊപ്പർ ഇന്ന ഉസ്താദ് പറഞ്ഞു, ഊപ്പർ ഉസ്താദ് പറഞ്ഞു, ഊപ്പർ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് അവസാനം പോയിട്ട് അബുൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഖ്തു ഹദീസാണ് ഈ കാരത്. ആ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തലക്കാണ് എന്ത് പറയുക, ആഖിറു സനദ് അറിയാം. നമ്മൾ ഈ തലക്കാണ് എന്താ പറയുക, അവര് സനദ് അറിയാം. ഈ അവര് സനദാണ് ആൾ പോയതെങ്കിൽ ചിലവായിരിക്കും വൈസമ്മ മുഅല്ലഖൻ, അങ്ങനെ പോയ ഹദീസിന് എന്ത് പറയും, മുഅല്ലഖായ ഹദീസ് എന്ന് പറയും. വഹാദൽ ഇസ്ഖാതു താരീഖൻ, ഇയാൾ പോകലിലേക്ക് എന്താ പറയും, താരീഖ് എന്ന് പറയും. അപ്പം അങ്ങനെയാണ്. ഇങ്ങനെ തലക്കുന്ന ആൾ പോയപ്പോൾ ഞാൻ എൻ്റെ നേരെ ഉസ്താദിനെ ഒഴിവാക്കിയാണ്ട് ഉസ്താദിനെ പറഞ്ഞാൽ അതിനെന്ത് പറയും, മുഅല്ലഖായ ഹദീസുകാരൻ. ഒരാൾ പോകാം, രണ്ടാൾ പോകാം, മൂന്നാൾ പോകാം, ചിലപ്പം ഫുള്ളും പോകാം. വസ്സാഖത്ത് കഥയക്കൂന് വാഹിദൻ, ആ പോയാൾ ചിലപ്പോൾ ഒന്നാകാം. വഖദിയക്കൂന് അക്സറ, ചിലപ്പോൾ കൂടുതലും ആകാം. വഖദിയുദഫു, ചിലപ്പോൾ കളയപ്പെടും. തബാമു സനദി, സനദ് പൂർണ്ണമായും അങ്ങ് കളയപ്പെടും. ഇങ്ങോട്ട് എന്ത് പറയും, കമാഹു ആദത്തുൽ മുസന്നിഫീന, മുസന്നിഫീങ്ങളുടെ കാലത്ത് അങ്ങനെയാണല്ലോ. പല ഇമാമികൾ കിതാബ് ഉണ്ടാക്കുമ്പോൾ കാല റസൂലുള്ളാഹിനെ പറയുള്ളൂ. കണ്ടോ, യഖൂലൂന, മുസന്നിഫീങ്ങൾ പറയും കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് പറയൂല. ഏത് പറയില്ല, ഏറ്റവും ചുരുങ്ങിയത് ആ മുത്തനബിൻ്റെങ്കിൽ നിന്ന് ആദ്യം കേട്ട അബൂ ഹുറൈറയോ അല്ലെങ്കിൽ അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പോലത്തെ പോലും തീവില പറയില്ല. മനസ്സിലായില്ലേ? അപ്പം പരമ്പര ഫുള്ളായി വിട്ടുകാണ് ചിലപ്പം കാല റസൂലുള്ളാഹി പറയുന്ന സ്വഭാവം ഉണ്ട്. അതിൻ്റെയും പേര് മുഅല്ലഖ് തന്നെയാണ്, ആ ദിവസം തന്നെയാണ്. കാരണം അബുൽ സനദ് പോയിണല്ലോ, ഫുള്ള് പോയാലും ഏത് പോയിണ്, ഇങ്ങനെ തന്നെ പോയിണല്ലോ. ആ വത്താരീഖാത്തു, താരീഖാത്തുകൾ കസീറത്തുൻ, ധാരാളമുണ്ട്. ഫി തറാജിമി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിൻ്റെ ഹെഡിങ്ങുകളിൽ ബാബുൻ നെട്ടിങ്ങാണ്ട്
എന്ത് ചെയ്തു? മൂപ്പര് ബാബിന് പേരാണ് ഇട്ടു ചിലപ്പം. ബാബു കാലല്ലാഹു താല എന്നൊക്കെ പറഞ്ഞ ആയത്താണ്ട് ഓടും. എന്നിട്ട് പറയും കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാണ്ട് മൂപ്പര് ഹദീസ് അങ്ങോട്ട് പറയും. ചിലപ്പോൾ കാല റസൂലുള്ളാഹി ഉണ്ടാവില്ല, ആ ഹദീസിൻ്റെ ലഫ്ലാണ് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ താരീഖാത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ബുഖാരിയിൽ. ആ അത് ഹെഡിങ്ങിലധികം പേരില് ഹെഡിങ് ഇടും. ബാബിൻ്റെ ഹെഡിങ് ഇടുമ്പോഴാണ് അധികം എന്ത് പേരില് മൂപ്പരിങ്ങനെ സനത് ഇല്ലാതെ പറയല്. വലഹ എന്നാൽ ഈ ബുഹാരീത്തെ താലീഖാത്തിനിക്കുണ്ട് ഹുക്കുമുൽ ഇത്തിസാൽ, മുത്തസില ഹദീസിൻ്റെ ഹുക്കുമുണ്ട്. ഫുൾ പരമ്പര പറഞ്ഞ ഹദീസിൻ്റെ അതേ വിധി അതിനുണ്ട്, ബുഹാരീത്തെ താലീഖിന് ഉണ്ട്. ഇല്ലി അന്നഹു ഇൽത്തസമ, കാരണം മഹാനർ ഏറ്റെടുത്തിട്ടുണ്ട്. ഫി ഹാദൽ കിതാബി, തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത് ഏറ്റെടുത്തിട്ടുണ്ട്? അല്ലാ യഅ്തിയ ഇല്ലാ ബി സ്വഹീഹ്, സ്വഹീഹിനെ അല്ലാതെ എൻ്റെ ഈ ബുഖാരിയിൽ കൊണ്ടുവരൂല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്, നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് ഇനി ബുഖാരിയിൽ അങ്ങനെ മുഅല്ലഖ് വന്നാലും അതിൻ്റെ സ്ഥാനമുണ്ട്, മുത്തസിലിൻ്റെ സ്ഥാനമുണ്ട്. ആ വലാക്കിന്നഹ, പക്ഷേ ബുഹാരിയിലെ ആ മുഅല്ലഖുകൾ താരീഖാത്തുകൾ ലൈസത്ത് അതല്ല ഫി മർത്തബത്തി മസാനീദിഹി, ബുഹാരിയിൽ പരമ്പര പറഞ്ഞ ഹദീസിൻ്റെ ഗ്രേഡിലല്ല. സംഗതി മുത്തസിലാണ്, അതിൻ്റെ ഹുക്കുമുണ്ട്, ലക്ഷ്യത്തിനൊക്കെ പറ്റും. പക്ഷേ താൻ പരമ്പര പറഞ്ഞ ഹദീസിൻ്റെ സ്ഥാനത്തേക്ക് ഏതെത്തൂല, ഈ താരീഖാത്ത് എത്തൂല. പക്ഷേ ഇല്ല മാ ഒരു ദുഃഖിറ, ആ മുഅല്ലഖിനെ പറയപ്പെട്ടു, മിൻഹ ആ ബുഖാരിയിൽ നിന്ന്, അല്ലെ മുഅല്ലഖാത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആ മുഅല്ലഖിനെ പറയപ്പെട്ടു, മുസ്നദൻ സനദ് പറയപ്പെട്ട നിലയിൽ പറയപ്പെട്ടു, ഫി മൗളീൻ ആഖിറ മിൻ കിതാബിഹി, തൻ്റെ അതേ ബുഖാരിയിൽ നിന്നുള്ള മറ്റൊരു മൗലയിൽ പരമ്പര പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മുഅല്ലഖിനെ തന്നെ വേറെ തുടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്ഥാനം തന്നെ ഉണ്ടാവും, മുത്തസിൻ്റെ സ്ഥാനം ഉണ്ടാവും. കാരണം ബുഖാരിയിൽ ഈ ഹദീസ് 3-4 വട്ടം വന്നേക്കും ചിലപ്പം. എന്നിട്ട് എന്ത് ചെയ്തിന്, ഒരു തുടിയിൽ പരമ്പര പറഞ്ഞങ്ങാണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞിന്. ഈ ഹദീസിനെ ഒരു തുടിയിൽ ഹെഡിങ് കൊടുന്നപ്പോൾ എന്ത് ചെയ്തു, മൂപ്പര് പരമ്പര പറയാതെ പറഞ്ഞാലും അതിന് സ്ഥാനമുണ്ട്, പരമ്പര പറഞ്ഞതിൻ്റെ സ്ഥാനമുണ്ട്. കാരണം മൂപ്പര് ആ കിതാബ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പരമ്പര പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വഖദിയുഫറഖു, ഇനി വേണമെങ്കിൽ ഫർക്ക് പറയപ്പെടാം, വ്യത്യാസം പറയപ്പെടാം, ഫീഹ ബുഖാരിൻ്റെ മുഅല്ലഖ് താരീഖാത്തുകളിൽ. എന്തുകൊണ്ട്? ബി അന്ന മാ, നിശ്ചയമായിട്ടും ഒരു ഹദീസ് ദക്കറ, ഇമാം ബുഖാരി ആ ഹദീസിനെ പറഞ്ഞു, ഒരു ഹൂ കളയപ്പെട്ടെന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ ദുഃഖിറാന്ന് വായിച്ച് ഒപ്പിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ദക്കറ തന്നെ വായിക്കാം. ഹൂ എന്നുള്ള മഫൂലങ്ങൾ എന്ത് ചെയ്താൽ മതി, തക്ദീർ ചെയ്താൽ മതി, മുസൂരി കടങ്ങാം. ദക്കറ മുസന്നിഫ് ആ മുഅല്ലഖിനെ പറഞ്ഞു, ബി സീഗത്തിൽ ജസ്മി വൽ മഅലൂം, മഅറൂഫിൻ്റെ സീഗക്കാണ്. പണ്ട് മുയിസാൻ മഅറൂഫും മജൂലും പഠിച്ചില്ലേ, അതിനാണ് ഇവിടെ എന്ത് പറയുക, ജസ്മി വൽ മഅലൂം എന്ന് പറയാം. ജസ്മു അലൂമിൻ്റെ ലഫ്ള് കൊണ്ട് പറഞ്ഞത് കൗലിഹി, ഇമാം ബുഖാരി പറയും പോലെ കാല ഫുലാൻ അല്ലെങ്കിൽ ദക്കറ ഫുലാൻ, കീലാ ദുക്കിറ എന്നല്ല, പിന്നെ കാല ഫുലാൻ അല്ലെങ്കിൽ ദക്കറ ഫുലാൻ എന്ന് പിന്നെ ജസ്മിൻ്റെ സ്ത്രീ കൊണ്ട് പറഞ്ഞത് ദല്ല, അത് അറിയിക്കുന്നതാണ് അലാ സുബൂത്തി ഇസ്നാദിഹി ഇൻദഹു, തൻ്റെ അടുക്കൽ അതിൻ്റെ പരമ്പര സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതിന് മേൽ അറിയിക്കുന്നുണ്ട്. ആയതിനാൽ ഫഹുവ ഇൻ സ്വഹീഹുൻ ഖത്അൻ, അത് ബിലാ ഖിലാഫിൻ സ്വഹീഹുമാണ്. വമാ ദക്കറഹു ബിസ്, അവിടെ ഹൂണ്ടല്ലോ നമ്മൾ കിതാബിൽ, നിങ്ങൾ ഹൂണ്ടാണ് അവിടെ ഹൂണ്ടല്ല, നാം മറ്റോടത്ത് ഹൂ പോയതാണ് ഇക്കാൻ ചിലപ്പോൾ. വമാ ദക്കറഹു ബിസീഗത്തി തംദീൽ വൽ മജ്ഹൂൽ, അതാ മജ്ഹൂലിൻ്റെ വേറെ ലഫ്ളാണ് തംരീൽ. തംരീലിൻ്റെ സീഗ കൊണ്ട് അഥവാ മജ്ഹൂലിൻ്റെ സീഗ കൊണ്ട് താൻ പറഞ്ഞത് കീല വ യുക്കാലു വ ദുഃഖിറ, ഇങ്ങനെ പറയപ്പെട്ടതൊക്കെ ഫഫീ സിഹ്ഹത്തിഹി, ഫഫീ സിഹ്ഹത്തിഹി ഇൻദഹു, അത് സ്വഹീഹാണെന്നതിൽ തനിക്കുണ്ട് കലാമുൻ, കുറച്ച് പറയാനുണ്ട്, കുറച്ച് ആലോചിക്കേണ്ടതുണ്ട്. വലാകിന്നഹു, പക്ഷേ ഇമാം ബുഖാരി എന്ന് പറയുന്ന മഹാമനീഷി ലമ്മ ഔറദഹു ഫി ഹാദൽ കിതാബ്, തൻ്റെ ഈ സ്വഹീഹുൽ ബുഖാരി എന്ന ഇക്കിതാബിൽ ഹദീസിനെ കൊണ്ടുവന്നപ്പോൾ കാനലഹു, അതിനിക്കുണ്ടായി അസ്ലുൻ സാബിത്തുൻ, ഒരുറച്ച അടിത്തറ ഉണ്ടായി. മനസ്സിലായില്ലേ? സംഗതി എവിടെ ഇത് കിടക്കണത്? സംഗതി കീര പറഞ്ഞാലും ദുഃഖറ പറഞ്ഞാലും
സംഗതി ദക്കറിൻ്റെയും കാലിൻ്റെയും മർത്തബൻ്റെ താഴെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഇമാം ബുഖാരിൻ്റെ സ്വഹീഹ് എന്ന കിതാബിൽ ഇടം പിടിച്ചില്ലേ ആ ഒരൊറ്റ ഹദീസ്. അതോടുകൂടി അതിനുണ്ടായി അസ്ലുൻ സാബിത്ത് ഉണ്ടായി. എന്തില്ലാത്ത അസിലില്ലാത്ത ഹദീസല്ല, ശരിക്കും അസിലുള്ള കിതാബ് തന്നെ ഹദീസ് തന്നെയാണ്. വലി ഹാദാക്കാലു, അതുകൊണ്ടാണ് അവർ പറയുന്നത് താരീഖാത്തുൽ ബുഖാരി മുത്തസിലത്തുൻ സഹീഹ, ഇമാം ബുഖാരിൻ്റെ താരീഖാത്ത് ഫുൾ മുത്തസിലത്തുൻ സഹീഹത്താണ്. സനത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് സനത് പറഞ്ഞ ഹദീസ് പോലെ തന്നെയാണ്, അത് സ്വഹീഹത്തുമാണ് എന്ന് പറഞ്ഞത്. ഇനി വൈങ്കാന സുഖൂത്തു, ഇനി ആള് പോകൽ ആണെങ്കിൽ മിൻ ആഖിരി സനദി, സനദിൻ്റെ അവസാനത്തിൽ നിന്നാണ് എങ്കിൽ, അപ്പം അവലത്തെ കഴിഞ്ഞിട്ടോ, ഇനി അവസാനത്തിൽ നിന്നാണ് ആള് പോയത് എങ്കിൽ ഫ അവിടെ നോക്കണം. ഫ നദിരിയ, ഇനി ആഹിർന്നാവുമ്പോൾ രണ്ടെണ്ണം നോക്കാണ്ട് അവിടെ ഫ നോക്കണം. ഇൻകാന ആള് പോകൽ ആണെങ്കിൽ ബഅദ താബിഈ, ഒരു താബിഈൻ്റെ ശേഷമാണെങ്കിൽ, സ്വഹാബാക്കളെ കണ്ടോൽക്കാണ് എന്താ പറയുക, താബിഈ അറിയാം. താബിഈനെ പോയി മുട്ടിക്കണ് എന്നിട്ടാണ് ആള് പോയതെങ്കിൽ ഫൽ ഹദീസ് മുർസലുൻ, ആ ഹദീസ് എന്താണ്, മുർസലായ ഹദീസാണ്. അപ്പോൾ താബിഈൻ്റെ വേക്കുന്നാണോ പോയത് അല്ലേ നോക്കണം. താബിഈൻ്റെ ശേഷമാണ് ആൾ പോയത് എങ്കിൽ ആ ഹദീസ് എന്താണ്, ഹദീസിൻ്റെ പേര് മുർസൽ എന്നാണ്. വഹാദൽ ഫീലു ഇർസാലുൻ, ഈ ഫീലിൻ്റെ പേരെന്താണ്, ഇർസാൽ എന്നു ആണ്. ഏതുപോലെയൊക്കെ താബിഈക്ക് കൗലി താബിഈ ഹസൻ ബസീർ അള്ളാഹിനെ പോലത്തെ ഒരു ഇതാണ് പറയാം, ഒരു താബിഈ പറയും പോലെ കാല റസൂലുള്ളാഹി. കാരണം നമുക്ക് ഉറപ്പാണ് ഈ താബിഈ ആരെ കണ്ടിട്ടില്ല, അള്ളാഹു റസൂലിനെ നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു താബിഈ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരാളോടെ പോയിന്ന് ഉറപ്പാണ്. മനസ്സിലായില്ല, ഉറപ്പല്ല. കാരണം താബിഈ അതിന് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ സ്വാബി ആവൂലേ, നേരിട്ടും ആ മൂപ്പർ കാല റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താണ്, ഹദീസ് മുർസലാണ്. പറട്ടെ, മുഹദ്ദിസീങ്ങടുക്കൽ കലീലായിട്ട് വരാറുണ്ട് അൽ മുർസലു വൽ മുങ്കത്തിഉ. ഇപ്പം നമ്മൾ പറഞ്ഞ മുർസലും നേരത്തെ പറഞ്ഞ മുങ്കത്തിഉ ഇല്ലേ, അത് എന്ന ലഫ്ള് അത് ബിമാനൽ ലിസ്റ്റ് ബിമാനൻ ഒറ്റ മാനാക്കി വരലുണ്ട്. ചിലപ്പോൾ ഒറ്റ മാനാക്ക് എന്ത് വരലുണ്ട്, മുർസൽ എന്ന് പറയലുണ്ട്. മുർസൽ എന്ന് മുങ്കത്തിയും ഒരു മാനാക്ക് പറയലുണ്ട്. പിന്നെ വൽ ഇസ്തിലാഹുൽ അവലു, എന്നാൽ ആദ്യം പറഞ്ഞ ഇസ്തിലാഹാണ് അഷ്ഹറു, പ്രസിദ്ധമായത്. നമ്മളെന്താ പറഞ്ഞത്, ആ താബീൻ്റെ ശേഷം ആൾ പോയെങ്കിൽ മാത്രമേ എന്ത് പറയുള്ളൂ, മുർസൽ എന്ന് പറയുള്ളൂ. എവിടുന്നെങ്കിലും ആൾ പോയാൽ എന്ത് പറയും, തടൂന്നോ തരിയുന്നോ ഒടുന്നോ എവിടുന്ന് പോയാലും മുങ്കത്തി എന്ന് പറയുന്നതാണല്ലേ. എന്നാൽ ആ മയനാക്ക് ചിലപ്പോൾ ഏത് പറയും, മുർസൽ. ഈ ഹദീസ് മുർസലാണ് പറഞ്ഞാൽ ചിലപ്പം തലക്കുന്നാണ് കാര്യം പോയത്, ചിലപ്പോൾ നടുന്നാണ് കാര്യം ഒടുന്നാരും പറയലുണ്ട്. പക്ഷേ നമ്മൾ ഏതാണ് അഷ്ഹർ, താബീൻ്റെ ശേഷം ആഖിർ സനദ് ആൾ പോയ ഹദീസ് എനിക്ക് മുർസൽ പറയാന്നുള്ളതാണ് അഷ്ഹർ. ഇനി മുർസൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമല്ലേ, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുക്മുൽ മുർസലി, മുർസലായ ഹദീസിൻ്റെ വിധി, അത് നമുക്ക് തെളിവിന് പറ്റുമോ പറ്റൂലേ, സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ, അതാ ചർച്ച. മുർസൽ പറഞ്ഞാൽ താബീൻ്റെ ശേഷം ആൾ പോയ ഹദീസ്, മനസ്സിലായില്ലേ. ആ അത്തവഖുഫു, അത് തീരുമാനം പറയപ്പെടാതെ നിർത്തിവെക്കപ്പെട്ടതാണ്. ഇന്ത ജുംഹൂരിൽ ഉലമാവ്, ജുംഹൂറുൽ ഉലമാവും പറയുന്നത് എന്താണ്, അതിന് തീരുമാനം പറയാതെ അടങ്ങനെ നിൽക്കുക, ബെൻഡിങ്ങിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും മാറ്റി വെക്കുക. ആ ഇല്ലി അന്നഹൂലായുതറാക്കാൻ നിശ്ചയമായിട്ടും കാര്യം അറിയപ്പെടൂല അന്ന സാക്കിത്ത, ആ പോയ വ്യക്തി സിക്കത്തുൻ ഔ ലാ, സിക്കത്താണോ അല്ലേന്ന് അറിയപ്പെടൂല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടേ, ഉറപ്പന്നല്ലേ, താബിഈ കഴിഞ്ഞാൽ പിന്നെ മുത്തനബിൻ്റെയും ഇയാൾ ഈ താബിൻ്റെ അടിയിൽ ആ വ്യക്തി ആരാണ്, സഹാബി അല്ലേ. സഹാബാക്കളൊക്കെ സത്യസന്ധന്മാരും അല്ലേ. അപ്പോൾ ഇനി ഞാൻ ആലോചിക്കാണ്ടോ എന്നൊരു ചോദ്യയുടെ വാക്കില്ലേ, അതിന് മറുപടി ഞാൻ വായിച്ച് ലി അന്ന താബിഇയ്യ, കാരണം താബിഇയ്യ് ഖദ് യർവി അനി താബിഇയ്യി, മറ്റ് താബിഈനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാമല്ലോ. വഫി താബിഈന, താബിഈങ്ങളെ കൂട്ടത്തിലുണ്ട് സിക്കാത്തും ഗൈറു സിക്കാത്തിൻ, സിക്കാത്തും ഗൈറു സിക്കാത്തും ഉണ്ടായല്ലോ. അത് പറഞ്ഞാൽ മനസ്സിലായില്ല. മുത്തനബിൻ്റെയും ഈ താബിഈൻ്റെയും ഇടയിൽ ഒരാളല്ലേ ഉള്ളൂ, ആ സ്വഹാബി അല്ലേ ഈ കാരം, ആ സ്വഹാബി അല്ല നല്ലവരല്ലേ എന്ന് ചോദിച്ചതിന് മറുപടി അറിയാം, അതിന് ഒന്നിലധികം ആൾ പോകാം. ഈ താബിഈ വേറെ താബീനെന്ന് കേട്ടുകാണ്ട് ആ താബിഈ സ്വഹാബിൻ്റെയൊക്കെ കേൾക്കാൻ ചെറിയ സാധ്യത ഉളവാക്കിയിട്ടുണ്ട്. ആ താബിഈ ചിലപ്പോൾ എന്താകാം, വിശ്വസ്തനാകാതിരിക്കുകയും ചെയ്യല്ലോ. കാരണം താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഏതുണ്ട്, നല്ലോലും അല്ലാത്തോലും ഉണ്ട്. അതുകൊണ്ട് ബെൻഡിങ്ങിനോട് വെക്കും. പിന്നെ
വൈന്ദാബി ഹനീഫത്തവ മാലിക്കിൻ, ഈ രണ്ട് ഇമാമിങ്ങളുടെ അടുക്കൽ അൽ മുർസലു മഖ്ബൂലുൻ, മുർസല ഹദീദ് ഫുൾ മഖ്ബൂലാണ് മുത്ലഖൻ. ഇമാം ഷാഫിൻ്റെ നിബന്ധന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ അർത്ഥം വെക്കണം മുത്ലഖൻ. അങ്ങനെ പിന്നെ ഇമാം ഷാഫിൻ്റെ നിബന്ധന ബാക്കിൽ വരുവേ. വഹും യഖൂലൂൻ, അവർ പറയുന്നത് ഇന്നമാ അർസലഹു, കാരണം ഈ മുർസിൽ അതിനെ ഇർസാൽ ചെയ്തത് ലി കമാലിൽ ഉസൂഖി വൽ ഇത്തിമാദി, ഉറപ്പും ചാരലും കാമിലായതുകൊണ്ടാണല്ലോ. ഈ താബി നമ്മളോട് അൽ റസൂലുള്ളാഹി എന്നാണ് പറഞ്ഞത്, അയാൾക്ക് അത്രത്തോളം ബൈബിൾ എന്തുണ്ടായതുകൊണ്ടായിട്ടല്ലേ, ആ ഹദീസിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടല്ലേ അയാൾ ആളെ പറയാതെ ഒറ്റടിക്ക് റസൂലുള്ള പറഞ്ഞത് അതിൻ്റെ മതി എന്ന ആരുടെ അഭിപ്രായം? ഈ ഇമാം മാലിക്കിൻ്റെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെയും അഭിപ്രായം. ലന്നൽ കലാമ, കാരണം നമ്മളെ ചർച്ച ഫി സിഖത്തി, വിശ്വസ്തനായ താബി റിപ്പോർട്ട് ഇതിനെ പറ്റിയല്ലേ. പോലെ ന്യായം അതാണ്. ഈ താബി ഉഷാറാണ്, ഈ താബി വിശ്വസ്തനാണ്. പക്ഷെ ആ താബീൻ്റെ ഉസ്താദാവുന്ന താബി ഉറപ്പ് ഏതാന്ന് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റും. തവക്കുഫാക്കിച്ചാൽ മുത്തബുദാരി. പിന്നെ വലൗലം യക്കുൻ നിന്ദഹു, തക്കോല് പറയട്ടോ, വലൗലം യക്കുൻ നിന്ദഹു സഹീഹൻ, ഈ ഹദീസ് ഈ താബീൻ്റെ അടുക്കൽ സഹീഹ് ആയിട്ടില്ലായിരുന്നുവെങ്കിൽ യുർസിൽഹു, അയാളെ മുർസൽ റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ലല്ലോ. വലം യക്കുൽ കാല റസൂലുള്ളാഹി, കാല റസൂലുള്ളാഹി സൂട്ടാക്കും ചെയ്യുമായിരുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? അയാൾ നമ്മളോട് പറഞ്ഞ താബി ഉഷാറാട്ടോ, ആള് വിശ്വസ്തനായ ആളാണ്. അപ്പം ആ വിശ്വസ്തനായ ഒരാൾ മൂപ്പൻ്റെ ഗുരുവിനെ പറയാതെ നേരെ കാല റസൂലുള്ളാഹി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അയാൾക്ക് അത്രത്തോളം ആ ഹദീസുമ്പോൾ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണല്ലോ. ആയതുകൊണ്ട് നമുക്ക് കാല റസൂലുള്ളാഹി വിശ്വസിക്കാമെന്ന് ആര് പറഞ്ഞത്? ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫയും പറഞ്ഞത്. ഇനി വൈന്ദ ഷാഫി, അതാണ് പറഞ്ഞത്. ഇമാം ഷാഫിൻ്റെ അടുക്കൽ നല്ല ശ്രദ്ധിച്ചോളി. ഇനി എത്തുള്ള ഇതാന്നാ വായിക്കുക, ഈ തള്ളതാന്ന് വായിക്കുക, ഇനി എത്തുള്ള ഇതാന്നാ വായിക്കുക. ഇങ്ങനെ ഇറക്കത്തിട്ട് താവിൽ തായിനം തട്ടിച്ച് ആ അതിലേക്ക് ശക്തി നൽകപ്പെട്ടാൽ, ബലം നൽകപ്പെട്ടാൽ ബിവജിഹിൻ ആഹറ, മറ്റൊരു ത്വരീഖത്തിലൂടെ, മറ്റൊരു വഴിയിലൂടെ ബലം നൽകപ്പെട്ടാൽ. എങ്ങനത്തെ മറ്റൊരു വഴിയാണ്? വജുൻ ആഹറാണ് മുർസലിൻ ഔ മുസ്നദിൻ. അതും ചിലപ്പോൾ മുർസലായിരിക്കാം, അല്ലെങ്കിൽ സനത് മുട്ടിയതായിരിക്കാം. സനത് മുറിയാത്തതിനാണ് എന്തറിയാ? മുസ്നദ് അറിയാം. അപ്പോൾ മുസ്നദോ മുർസലോ ആയ മറ്റൊരു വഴിയിലൂടെ ഇതേ ഹദീസ് ബലം കിട്ടിയിട്ടുണ്ട് എങ്കിൽ വൈകാന ലഈഫൻ, ഇപ്പം കിട്ടിയ വഴി ദുർബലമാണെങ്കിൽ തന്നെയും കുബില, സ്വീകരിക്കപ്പെടും. അപ്പോൾ വേറെ വഴിയിലൂടെ ബലം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുബില, ഈ മുർസൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റും. പിന്നെ ബാക്കി വായിച്ച് ശരി, അല്ലെങ്കിൽ സ്വീകരിച്ചൂല നമ്മൾ കൂട്ടിയാൽ പോരെ. ആ ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞത് മുർസലായ ഹദീസ് ഒറ്റടിക്ക് തള്ളം വേണ്ട, കൊള്ളും വേണ്ട. മുർസലോ മുങ്കത്തിയോ അല്ല മുങ്കത്തിയോ അതല്ല മുസ്നദോ ആയ മറ്റൊരു വഴിയിലൂടെ ബലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മുർസല ഹദീസ് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കും വേണ്ട എന്ന് ആര് പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വീക്ഷണം. വൻ അഹമ്മദ, ഒരാൾ നല്ല വാക്യമുള്ളൂ, മദ്ഹബ് ഇമാമിങ്ങൾ 4 ആളല്ലേ. അഹമ്മദ് റളിയല്ലാഹുവിനെ തൊട്ടുണ്ട് ഒരു കൗലാനി, സ്വീകരിക്കാൻ പറ്റുന്നൊരു കൗലുണ്ട്, സ്വീകരിക്കാൻ പറ്റൂല എന്ന് 2 കൗലും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പിന്നെ വഹാദാ കുല്ലുഹു, ഈ തർക്കങ്ങളൊക്കെയും മഷാഫ് ഇങ്ങനെ പറഞ്ഞു, അഹമ്മദ് ഇങ്ങനെ, അബൂ ഹനീഫ അങ്ങനെ, ഈ പറഞ്ഞതൊക്കെയും ഇതാ ഉലിമ അറിയപ്പെടുമ്പോഴാണ്, അതാണ് ഖബർ കേട്ടോ. ഇതാ ലർഫ് ഖബറാണ്. അറിയപ്പെടുമ്പോഴാണ്, എന്തറിയപ്പെടുമ്പോഴാണ്? അന്ന ആദത ദാലിക താബിഈ, ഈ താബിഈൻ്റെ പതിവ് അല്ലാ യുർസില അല്ലാ അനിസിഖാത്ത്, വിശ്വസ്തന്മാരെ തൊട്ടല്ലാതെ ഇയാൾ ഇർസാൽ ചെയ്യാതിരിക്കലാണ് അയാളുടെ പതിവ് എന്നറിയപ്പെടുമ്പോഴാണ് എന്ത് പറഞ്ഞത്? നമ്മൾ ഈ പറഞ്ഞ 2 അഭിപ്രായം ഉള്ളത്. അതേ അവസരത്തിൽ വൈകാനത്ത് ആദത്തുഹു യുർസിൽ അനിസിഖാത്തി വരിസിഖാത്തി, വിശ്വസ്തന്മാരെ തൊട്ടും അല്ലാത്തവരെ തൊട്ടും ഒക്കെ വരിയായിട്ട് ഇഷ്ടം പോലെ ഇർസാൽ ചെയ്യുന്നതാണ് ഈ താബഈൻ്റെ പതിവ് എങ്കിൽ ഫഹുക്കുമുഹു വത്തവഖുഫു ബിൽ ഇത്തിഫാഖ്, എന്നാൽ പിന്നെ മുർസൽ ഹദീസിൻ്റെ വിധി എന്തുതന്നെയാണ്? തീരുമാനം പറയപ്പെടാതെ നിർത്തിവെക്കപ്പെടേണ്ടത് തന്നെയാണ് ബിൽ ഇത്തിഫാഖ്, ഈ 4 മദ്ഹബ് ഇമാമികളുടെ ഏകോപനത്തോടു കൂടെ. മനസ്സിലായില്ലേ? വഫീഹി, ഈ മുർസലിൻ്റെ കാര്യത്തിലുണ്ട് തഫ്സീലുൻ അസിയദു മിൻ ദാലിക, ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ അധികരിച്ച വിവരണങ്ങൾ പറയപ്പെടേണ്ടതുണ്ട്. ദക്റഹുൽ സഖാവി ഫി ശറഹുൽ അൽഫിയ, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു തന്നെ ശറഹുൽ അൽഫിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ പരത്തി പറയാത്ത കിതാബ് നീണ്ടാച്ചിട്ട് എന്ത് ചെയ്യണില്ല, പരത്തി പറയില്ല എന്ന് മാത്രം. പിന്നെ അപ്പോൾ ആ വിഷയം മാറി. അപ്പോൾ ഇതുവരെ തലക്കെന്ന് പോയതും കഴിഞ്ഞു, താബീൻ്റെ ശേഷം പോയതും കഴിഞ്ഞു. ഇനി അടുത്ത് വൈകാന സുഖൂത്തു, ഇനി ആള് ചാടിപ്പോകൽ ആണെങ്കിൽ മിൻ അദ്നാ ഇസ്നാദി, പരമ്പരയുടെ ഇടയിൽ നിന്നാണെങ്കിൽ
അങ്ങനെ ഈ താലി റെഡിയാണ്, അങ്ങേ താലി റെഡിയാണ്, നടുന്നാണ് കാടിപ്പോയത് എങ്കിൽ ആ ഉം. അവിടെ നോക്കണം. ഇൻകാന സാക്കിത്തു പോയ വ്യക്തിയാണെങ്കിൽ ഇതിനൈനി രണ്ടാളാണെങ്കിൽ ഇവിടെ ഇസ്നൈനിക്ക് ഒന്നിൽ കൂടുതൽ നടത്താൻ വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇസ്നൈനിക്ക് നടത്താൻ വെച്ചാൽ മതി, ഒന്നിൽ കൂടുതൽ ആളുകൾ നടത്താൻ വെച്ചാൽ മതി. അതിനുശേഷം മനസ്സിലാവും. മുത്തവാലിയൻ അവൻ തന്നെ തുടർച്ചയായിട്ട് അല്ല, ഒരാൾ പോയി മറ്റാൾ പറഞ്ഞത്, പിന്നെ മറ്റാൾ പോയി, അങ്ങനെയല്ല. പിന്നെ രണ്ടിൽ കൂടുതലോ ആളുകൾ തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ ആ യുസമ്മ മുഅല്ലലൻ. അപ്പം ഹദീസിനെന്താ പറയും? മുഅല്ലലായ ഹദീസ് എന്നാ പറയാ. മനസ്സിലായില്ലേ? അപ്പോൾ സനദിൻ്റെ ഇടയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ റാവിമാർ തുടർച്ചയായി പോയ ഹദീസിനാണ് എന്ത് പറയാ? മുഅല്ലലായ ഹദീസ് എന്ന് പറയാ. ഇങ്ങോട്ട് ബി ഫതഹി ളാദി മുഅല്ലലിന്ന് ലന്ന് വായിക്കണം, ലീലെന്ന് വായിക്കരുത്. വൈകാന വാഹിദൻ, ഇനി ഒരാളുള്ളൂ, അവല സറ അല്ലെങ്കിൽ കൂടുതലുണ്ട്, പക്ഷേ അത് മിൻവൈരി മൗലീൻ പലയിടത്തു നിന്നാണ്. ഇവിടെ നിന്ന് പോയി, പിന്നെ മൂപ്പർ ഉസ്താദുണ്ട്, മൂപ്പർ ഉസ്താദുണ്ട്, പിന്നെ ഒരാൾ പോയി, അങ്ങനെ ഒന്നിലധികം പോയി പലയിടത്തായിട്ടാണ് പോയത്, തുടർച്ചയായിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ആകെ ഒരാളെ പോയിട്ടുള്ളൂ. എന്നാൽ യുസമ്മ മുങ്കത്തിയൻ അല്ലേ? അതിന് മുങ്കത്തീന് പേരുണ്ട്. ഇപ്പം മുങ്കത്തീൻ 2 പേരായി. എവിടുന്നെങ്കിലും നടുന്നോ ഒടുന്നോ ആ തലക്കെന്നോ ഈ തലക്കെന്നോ എവിടുന്നെങ്കിലും ഒന്നോ കൂടുതലോ രണ്ടോ ഇങ്ങനെ പോയാലും ഒന്നായിട്ടൊരു പേര് നമ്മൾ നാൾ പണ്ട് വെച്ചിന്. എന്ത്? മുങ്കത്തീൻ്റെ പേര് വെച്ചിന്. ആ മുങ്കത്തി ആമായ മുങ്കത്തിയാണ്. കാരണം അതിൽ ഇങ്ങേ തലക്ക് പോയതും പെട്ടു, അങ്ങേ തലക്ക് പോയതും പെട്ടും, അങ്ങേ തല ഇങ്ങനെ കൂടി പോയതും പെട്ടു, നടുന്ന് പോയതും പെട്ടു, ഒരാൾ പോയതും പെട്ടു, തുടരെ പോയതും പെട്ടു, ഒക്കെ പെട്ടു. അതിൽ ഇന്നാൾ പറഞ്ഞ മുങ്കത്തി, ഇപ്പോൾ പറഞ്ഞ മുങ്കത്തി ഒരു ഹാസായ ഒരു ഇങ്കിത്ത. അതോ ഒരാൾ മാത്രം പോയി ഗഡിന്ന് ഒരാൾ മാത്രം, അല്ലെങ്കിൽ ഒരാൾ പോയി പിന്നെ പോയില്ല, പിന്നെ പോയി, അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒന്നിൽ കൂടുതൽ ആൾ പോയി. ഇതിനെന്ത് പറയും? മുക്കത്തി എന്ന് പറയും. പറയട്ടെ. വായന ഇപ്പം ലാസ്റ്റ് വെച്ച വായനപ്രകാരം യക്കൂനുൽ മുങ്കത്തിയാവും കിസ്മം, ഒരു കിസ്മാവും മിൻ വൈരിൽ മുത്തസിൽ. നേരത്തെ ഇന്നലെ നമ്മൾ മിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞൊരു വൈറു മുത്തസിൽ ഇത്തിസാലില്ലാത്തത് എന്നർത്ഥം വെച്ച മുങ്കത്തി ഇല്ലേ? ആമാര് മുങ്കത്തി, ആ മുങ്കത്തിന്റെ കിസ്മാണ് ഈ മുങ്കത്തി. ആ ആമാസ് മുത്തലക്കയാണ്. ഇന്നാൾ പറഞ്ഞ മുങ്കത്തിയും ഇപ്പൊ പറഞ്ഞ മുങ്കത്തിയും തമ്മിലുള്ള ബന്ധം ആമാസ് മുത്തലക്കയാണ്. കാരണം ഇപ്പൊ പറഞ്ഞ മുങ്കത്തിയോ ഒക്കെ ഇന്നാൾ പറഞ്ഞ മുങ്കത്തിയാണ്, ആ പറഞ്ഞ മുങ്കത്തിയോടെ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ മുങ്കത്തി അല്ല. മുഖത്തെയും രണ്ടും അനച്ച്. അപ്പോൾ ആ 2 മുഖത്തെയും, മിനിഞ്ഞാന്ന് പറഞ്ഞ മുഖത്തെയും ഇന്ന് പറഞ്ഞ മുഖത്തെയും തമ്മിലുള്ള ബന്ധം ആമാസ് മുത്തലക്കയാണ്. പിന്നെ അതിൻ്റെ കിസ്മാണിത്. കിസ്മും മക്സം എന്നുള്ള ബന്ധം തീകാരം ആമാസ് മുത്തലക്ക. എല്ലാ ഇസ്മും കിരിമത്താണ്, കിരിമത്തോക്കാണ് ഇസ്മല്ല, അറിയില്ലേ? പിന്നെ അതാ ഇന്നാണ് പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞതാ. അതാ വാക്കുമ്പോൾ ഒന്ന് പറഞ്ഞ ആവർത്തിക്കാം. മിഞ്ഞാന്താ ഒന്ന് ആവർത്തിക്കാം. വാക്ക് ഉത്തരക്കൽ മുങ്കത്തിയോ, കാരണം മുങ്കത്തീനെ പറയപ്പെടാറുണ്ടല്ലോ ബി മായന വൈരിൽ മുത്തസിൽ. വൈർ മുത്തസിൽ എന്ന മാനാക്കൾ നമ്മൾ പറഞ്ഞു പോയില്ലല്ലോ. മുത്തലക്കൻ നടുന്നായാലും തലക്കെന്നായാലും ഒടുന്നായാലും ഒരാളായാലും രണ്ടാളായാലും എവിടുന്നാണെങ്കിലും ഇല്ലേ? ഷാമിൽ ജമീൽ അക്സാമി എല്ലാ കിസ്മും ഉൾക്കൊള്ളിക്കുന്ന നിലയിലുള്ളതായ, അഥവാ അതിൽ ഏത് പെടും? പിന്നെ മുഅല്ലക്കും പെടും, മുർസലും പെടും, ഒക്കെ പെടുന്നൊരു മുങ്കത്തേ ശരിയല്ലേ? വബിഹാദൽ മാന, ഈ മായന പ്രകാരം ഇജ്അലു മുങ്കത്തീനാക്കപ്പെടും മഖ്സിമൻ, മഖ്സിമാക്കപ്പെടും. അഥവാ ഏതൊന്ന് വിഹിതിക്കപ്പെടുന്ന ഇടം എന്നതിനർത്ഥം വെർഫാണത്. ഇതിനെ വിഹിരിച്ചാണ് വാറുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്കിത്താവ് മുങ്കത്തി വലിയൊരു ആമായൊരു മുങ്കത്തി, അതിന് മഖ്സിമ് കേട്ടോ. അതിൻ്റെ കിസ്മുകളാണ് വേറുള്ളതൊക്കെ. അതായത് മുർസലും മുഅല്ലഫും പുതിയ സ്പെഷ്യൽ മുങ്കത്തിയും ഒക്കെ. ഇനി എങ്ങനെ ഹദീസ് മുങ്കത്തിയാണെന്നറിയാം? നല്ലൊരു ചോദ്യമാണിത്. ഇങ്കിത്താൻ അറിയപ്പെടുന്ന രൂപങ്ങൾ ഏതെല്ലാം? പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന നല്ലൊരു ചോദ്യമാണിത്. ഇപ്പോൾ യൂറഫുൽ ഇങ്കിത്താവും, ഇങ്കിത്താവിന് അറിയൽ എങ്ങനെയാണെന്നറിയോ? അത് പല രൂപത്തിലും. സുക്കൂത്തുറാവി, അത് തഫ്സീറാണത്. സുക്കൂത്തുറാവിക്ക് തന്നെയാണ് ഇങ്കിത്താവ് അറിയാം. അതിനെ അറിയപ്പെടും ബി മൈരിഫത്തി അദമിൽ മുലാഖാത്തി ബൈന റാവിയിൽ മർവിയൻഹൂൻ. റാവീൻ്റെയും മർവീനൻഹിൻ്റെ ഇടയിൽ തമ്മിൽ മുലാഖാത്തില്ലായ്മ അറിയലുകൊണ്ട്. ഇത് പണ്ടത്തെ വർത്താന. ഇന്ന് എന്നൊക്കെ പറഞ്ഞാൽ വാട്സാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫോണുണ്ട്, പല സെറ്റപ്പും ഉണ്ട് തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ അല്ലേ? ഈ ഹദീസുകളുടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ കാലത്ത് റാവി മർവിയും തമ്മിൽ വിനിമയം നടത്താൻ മുലാഖാത്ത് തന്നെ വേണം.
കാരണം ഇവൻ്റെ വായിൽ നിന്ന് അവൻ്റെ ചവിട്ടിക്ക് കയറാൻ ആളടുത്ത് ഒരുമിച്ച് കൂടാന്നില്ല, അല്ലാതെ വേറെ മാർഗം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കിതാബിൽ അങ്ങനെ പറഞ്ഞത്. ഈ ഹദീസ് മുൻകത്തിയ എന്നറിയാനുള്ളൊരു മാർഗം, ഈ ഫുലാൻ പറഞ്ഞു അൻ ഫുലാൻ എന്ന് പറഞ്ഞാൽ മൂപ്പര ഒരു ഉസ്താദിനെ പറഞ്ഞാൽ അയാളും ഇയാളും ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ എന്തില്ല, രണ്ടാളും തമ്മിൽ എന്തില്ല, മുലാഖാത്ത് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായ ഹദീസ് മുൻകത്തിയാവും. ആ പിന്നെ അതെങ്ങനെ അറിയാം, കണ്ടുമുട്ടിയിട്ടില്ല എന്നെങ്ങനെ അറിയല്? ആ ചരിത്രം നോക്കുക. ഇമാവി അതിൽ മേസറത്തി ഒന്നുകിൽ കാലത്ത് ജീവിച്ചിട്ടേ അല്ല, ഒന്നുകിൽ കാലത്ത്, കാരണം മൂപ്പര് മരിച്ചതിന് ശേഷം അയാൾ ജനിക്കണ്. അപ്പം മനസ്സിലായി. കാരണം അയാൾ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ അയാൾ ഹിജറ 50 വഫാത്തായിന്, മറ്റേ ആൾ ജനിക്കണേ ഹിജറ 60 അപ്പം മനസ്സിലായി ഇവർ തമ്മിൽ മുലാഖാത്ത് ഉണ്ടാവില്ല, ഒരു കാലത്ത് ജീവിച്ചിട്ടില്ല. ഇനി മറ്റേ രൂപം അതിമിലിജിതമായി അല്ലെങ്കിൽ ഒരു കാലത്ത് ജീവിച്ചിന്, പക്ഷെ ഇയാൾ ആ ബഗ്ദാദ് വിട്ട് വേറെ നാട്ടിലേക്ക് പോയിട്ടില്ല. അയാൾ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ മറ്റേ ആളാണെങ്കിലോ മദീന വിട്ട് അയാളും പുറത്ത് പോയിട്ടില്ല. അപ്പം തമ്മിൽ എന്തുണ്ടാവില്ല, കണ്ടുമുട്ടിയിട്ടില്ല മനസ്സിലാവും. പിന്നെ അവിൽ ഇജാദത്തി അൻഹു, അല്ലെങ്കിൽ സമ്മേളിച്ചൊക്കെ ചെയ്തതിന്, പക്ഷേ ഈ ഹദീസ് വേറെ പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം അനുവാദം ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ വർത്താനം പറയുകയാണ്, ഇജ്ജ് കേട്ടാൽ മതി, വേറെ ആൾക്ക് മറക്കാൻ പറ്റൂല കേട്ടോ. എന്നെ വായിച്ചു അപ്പോൾ ഇതെല്ലാത്തും കൂടിയാണ് പറയണത്. എങ്ങനെയാ അറിയലേ? ഇതിപ്പോൾ മാരിഫത്തില്ലേ, ഇപ്പോൾ മാരിഫത്തി പറഞ്ഞു പക്ഷെ മുമ്പ് മാരിഫത്തി അതിമിൽ അദ്മി മാരിഫത്തില്ലേ, ആ മാരിഫത്തിനോടെ മുത്താലക്ക് ആ എങ്ങനെയാണ് കിട്ടല്? ബിഹുക്കുമി ഇൽമി താരീഖി, ചരിത്ര വിജ്ഞാനം വിധിക്കൽ കൊണ്ട്. ചരിത്ര വിജ്ഞാനമാണ് അത് വിധിക്കൽ. ഇവർ നമ്മൾ കാലത്ത് ജീവിക്കണോ അല്ലേ എന്നുള്ളത്. അയാൾ ചരിത്രം പഠിക്കണം, അയാൾ ചരിത്രം പഠിക്കണം. സെയ്ദുൻ അൻ പിന്നെ അൻ ഫുലാൻ എന്ന് പറയുമ്പം ഈ സെയ്ദിൻ്റെ ചരിത്രം പഠിക്കണം, ആ സായദിൻ്റെ ചരിത്രവും പഠിക്കണം. അപ്പോൾ മനസ്സിലാവും ഒരു കാലത്ത് ജീവിച്ചണോ അല്ലേ, കണ്ടുമുട്ടിയണോ അല്ലേ എന്നുള്ളത്. പിന്നെ എങ്ങനെയുള്ള വിജ്ഞാന ശാഖയാണത്? അൽ മുബയ്യിനി, മുബയ്യിനി, അത് വിവരിക്കുന്ന, എന്തിനു വിവരിക്കുന്ന? അലി മവാലിദി റുവാത്തി വഫയാത്തിഹിം, ഈ റിപ്പോർട്ടർ ചെയ്യുന്ന വ്യക്തികളുടെ ജന്മകാലവും അവരുടെ മരണകാലവും, എന്ന് ജനിച്ചു എന്ന് മരിച്ചു എന്നൊക്കെ വ്യക്തമാക്കുന്ന. അപ്പോൾ തഈനി ഔഖാത്തി തൊലബിഹിം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലങ്ങളെ നിർണ്ണയിക്കുന്ന, എന്നാണ് അയാൾ പഠന മേഖലയിലേക്ക് പ്രവേശിച്ചത്, എന്നാ മുതൽക്കാണ് അയാൾ ഹദീസിൽ ശേഖരിക്കാൻ തുടങ്ങിയത്, അതൊക്കെ പഠിക്കുക. പിന്നെ വർത്തിഹാരിഹിമയുടെ യാത്ര തുടങ്ങിയതെന്നാണ്, അയാൾ നാട് വിട്ട് യാത്ര പോയത് ഗുജറത്രയിലാണ്, മറ്റേയാൾ ആ നാട്ടിൽ വന്നത് ഗുജറത്തിലാണ്, ഇങ്ങനെയൊക്കെ പഠിക്കാം. ഒബിഹാദ, ഇതുകൊണ്ട് തന്നെ സാറ ഇൽമുൽ താരീഖി, ഈ ചരിത്ര വിജ്ഞാനമായി അസ്ലം വംദത്തൻ, അടിത്തറയും ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവുമായി മാറി ഇന്ത്യൽ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ അഖ്സാമിൽ മുൻഖത്തിഅ ഹദീസിൻ്റെ ഖിസ്മുകളിൽപ്പെട്ടത് തന്നെയാണ് അൽ മുദല്ലസു ബി ലമ്മിൽ മീമി ഫതഹിൽ ലാമിൽ മുശദ്ദദതി, മുദല്ലസ്. വയഖാലു ഹാദിൽ ഫിഇലി, ഈ പ്രവർത്തനത്തിൻ്റെ പേര് അത്തദ്ലീസു, തദ്ലീസ് എന്നാണ്. സാധാരണ നിർവചനം പറഞ്ഞിട്ടാണ് പേര് പറയൽ. ഇവിടെ ആദ്യം പേര് പറഞ്ഞിട്ട് നിർവചിക്കാൻ പോകുന്നുള്ളൂ. ഇരിക്കട്ടെ. വലി ഫായിലിഹി, തദ്ലീസ് ചെയ്യുന്ന വ്യക്തിക്ക് പറയും മുദല്ലിസ് ബി കസ്രില്ലാമി. ഇപ്പോൾ സൂറത്തുഹു, തദ്ലീസിൻ്റെ രൂപം അല്ലാ യുസമ്മി റാവി ഷെയ്ഖഹു, ഒരു റിപ്പോർട്ടർ തൻ്റെ നേരെ ഗുരുവിനെ പറയാതിരിക്കുക. അല്ലത് യാതിരുത്തരായ സമിയഹു മിൻഹു, ഈ ഹദീസിനെ ആ ഷെയ്ഖിൽ നിന്നാണ് ഇദ്ദേഹം കേട്ടത്, ആ ഷെയ്ഖിനെ പറയാതിരിക്കുക. ബൽ യർവി, എങ്കിലും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുക. അമ്മൻ ഫൗഖഹു, അദ്ദേഹത്തിൻ്റെ മുകളിലാളെ തൊട്ട്. ഉസ്താദിൻ്റെ പറയുള്ളൂ. എപ്പോൾ അറിയണത് എങ്ങനെയാറോ? ബിലഫ്ദി യുഹിം സമായിനെ തോന്നിപ്പിക്കും ചെയ്യും. നവലായ കുത്താവ് കദിബൻ ഉറപ്പിക്കൂല്ല. ഇപ്പം ഹദ്ദസിനി ഫുലാൻ എന്നാണ് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഈ കാരണം അയാൾ നുണയാ പറഞ്ഞത്, കാരണം ഒരു അത് ജീവിച്ചിട്ട് തന്നെയല്ല. ഇതങ്ങനെയല്ല. കമായക്കൂലു, ഒരു ഈ മുദല്ലിസ് പറയും പോലെ അൻ ഫുലാൻ എന്നറിയും. ഈ അന്ന് കേട്ടതിനെ പറ്റിയും കേൾക്കാത്തതിനെ പറ്റിയും പറയാൻ പറ്റും. അതുപോലെ തന്നെ കാല ഫുലാൻ പറഞ്ഞിരിക്കുന്നു, സമീത്തു എന്ന് ഉപരി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത് തദ്രീസ് പൂത്തിവെപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ തദ്രീസു ഫില്ലോത്തി, ഭാഷാർത്ഥത്തിൽ തദ്രീസ് കാരണം കെത്തുമാനു ഐബിസിൽ അതിഫിൽ ബൈ, വിൽക്കുന്ന നേരത്ത് ബായി തൻ്റെ ചരക്കിൻ്റെ തകരാറ് പൂഴ്ത്തി വെക്കണേനാണെന്ന് പറയാം തദ്രീസ് എന്ന് ഭാഷാർത്ഥം പറയാം. അപ്പോൾ ഇവിടെ സ്വന്തം ഗുരുവിനെ പൂത്തി വെക്കുന്നതുകൊണ്ട് അങ്ങനെ തദ്ലീസ് പേരിട്ടതാണെന്ന് പറയാം. നവാക്കതിയുക്കാലും ഇങ്ങനെയും പറയപ്പെടാം. ഇന്നഹു മുസ്തഖുവിനെ ദൽസ് എന്ന് പോകുന്നതാണ്. ഹോ ഇഖ്തിലാത്തു ലലാമി വസ്തിദാദുഹു, ഇരുള് കലരുകയും അത് ശക്തി കൂടുകയും ചെയ്യുന്നതിനാണ് ദൽസ് അറിയൽ.
സുമ്മിയ ബിഹി അപ്പർ ചോരും നവീനെന്തിനെ അതിൽ നിന്ന് പിടിച്ച് പേരിച്ചത് നവിൽ ഇസ്തിറാക്കിഹിമാൻ സ്വന്തം ഗുരുവിനെ മൂടി വെക്കലും അതുപോലെ തന്നെ ഈ ഇരുള് ഇഷ്തിദാദും തമ്മിൽ നല്ലൊരു ഇതുണ്ട് മുഷ്തിറാക്കുണ്ട് അതിന് വേണ്ടി ബിൽ ഹഫായി അവ്യക്തത എന്ന വിഷയത്തിൽ ആ വരുന്ന ആൾ മുഹമ്മദാണോ അബ്ദുറഹ്മാനാണോ എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല ഇരുട്ടിൽ. അതേ അവസരത്തിൽ അതേപോലെ തന്നെ എവിടെയുണ്ട് സ്വന്തം ഗുരുവിൻ്റെ മറ്റേ ഗുരുവിൻ്റെ ഗുരുവിനെ കാലഫുല എന്ന് പറയുമ്പം നേരിട്ട് കേട്ടണോ ഇല്ല എന്നുള്ളൊരു ഹഫ അവിടെ ഉണ്ട്. അപ്പോൾ കാല ഷെയ്ഖ് പറയാണ്. ഈ ഷെയ്ഖ് ചില ആശയക്കാർ പറയുന്നത് ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണെന്ന് പറയുന്നു. അല്ലാഹു ആലം. ഷെയ്ഖ് എന്നവർ പറഞ്ഞു ഹുക്കുമു മൻ സബത്താൻഹു തദ്ലീസു ആരത്തോട് തദ്ലീസ് സ്ഥിരപ്പെട്ടിരിക്കുന്നു അങ്ങനത്തെ ഹുക്കുമ് അന്നഹുല യുക്കബലു മിൻഹു അവൻ്റെ ഒക്കൽ നിന്ന് സ്വീകരിക്കപ്പെടൂല ഇല്ലാമായി എല്ലാ ഇതാ സറഹ ബിത്ത് ഹദീസി ഹദ്ദസന ഹുദ്ദിസ്തു പോലുള്ളതായിരിക്കുന്ന വാക്കുകൊണ്ട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെയൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. വക്കാല ഷുമുന്നി പറഞ്ഞിരിക്കുന്നു അത്തദ്രീസ് ഹറാമുൻ ഇന്ദല്ല ഇമ്മ എല്ലാ ഇമാമിങ്ങളുടെ അടുക്കലും തദ്രീസ് ഹറാമാണ്. റുവിയ അൻ വക്കീൻ റഹ്മഹുല്ലാനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു അന്നഹു കാല മഹാന് പറഞ്ഞായിട്ട് ലായഹലു തദ്രീസ് സൗബി വസ്ത്രത്തിലെ തദ്രീസ് തന്നെ ഹറാമാണ്, ഹലാലല്ല. അപ്പോൾ കൈഫ തദ്രീസില്ല ഹദീസിലെ തദ്രീസ് എങ്ങനെയൊക്കെയാലും. അപ്പോൾ ബാലശോഭത്ത് ഫി ദമ്മിഹി ഈ തദ്രീസ് എന്ന പണിയെ ആക്ഷേപിക്കുന്നതിൽ ശോഭത്ത് റളിയല്ലാഹുവിനെ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, സ്വീകരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാം നമുക്ക്. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫി ഖബൂലി റിവായത്തിൽ മുദല്ലിസി ഈ തദ്രീസ് ഏതാ നടക്കുന്നത് കേട്ടെ. എന്നാൽ ഈ മുദല്ലിസിൻ്റെ റിപ്പോർട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉലമാവിന് പല അഭിപ്രായമുണ്ട്. ഫദഹബ ഫരീഖും മിൻ അഹ്ലിൽ ഹദീസ് വൽ ഫിഖ്ഹി ഹദീസിൻ്റെ ഫിഖിൻ്റെയും ഒരുകാരിൽ നിന്ന് ഒരു സംഘം പോയി ഇലാ അന്ന തദ്രീസ ജർഹൻ ഈ തദ്രീസ് ഒരു മുറിവാണ് വാക്കർത്ഥം ഉദ്ദേശിക്കുന്നത്, ഒരു ഐബാണ്. അന്നമ്മൻ ഒരു വിഹി അതോട് അറിയപ്പെട്ടവൻ ലായക്കുബുൽ ഹദീസുഹു മുത്തലാക്കാൻ ഓൻ്റെ ഹദീസ് സ്വീകരിക്കപ്പെടരുത് മുത്തലാക്കാൻ. പിൽക്കാലത്ത് ശേഷം പറയുന്ന അഭിപ്രായക്കാർ പറയുന്ന കൈത് വത്താലും ഇല്ലെങ്കിൽ ഒക്കെയില യുക്കബലു ചിലവാർ മുത്തലക്കൻ സ്വീകരിക്കപ്പെടും. അഥവാ ഹബൽ ജുംഹൂറും പോയി ഇലാ കബൂൽ തദ്രീസിമൻ വരുത്ത തദ്രീസ് സ്വീകരിക്കാമെന്നതിലേക്ക്. വെരിഫ അറിയപ്പെട്ടിട്ടുണ്ട് അന്നഹൂല തദ്രീസു ഇല്ല സിക്കത്തിനെ തൊട്ടല്ലാതെ ഈ തദ്രീസുകൾ ചെയ്യൂല. നാളെ ഒരു സിക്കത്തായ ഒരാളാണ് മൂപ്പരോട് പറഞ്ഞത്. മൂപ്പരോട് പറഞ്ഞത് സിക്കത്താണെങ്കിൽ മാത്രമേ ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് കണ്ട് മൂപ്പർ പറയുള്ളൂ. ഏതുവരെയൊക്കെ ഇബ്നു ഉയൈന റളിയല്ലാഹു പോലെ അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. വൈലാ റദ്ദിമൻ ഒരുത്തന റദ്ദിയിലേക്കും പോയി കാനി തല്ലിസ്വാനി ളഫായു ആയിരിക്കും ദുർബൽമാരത്തോട് വല്ലാത്ത ദിസ്രി ചെയ്യുന്ന ആളാണെങ്കിലും റദ്ദ് ചെയ്യണമെന്നതിലേക്കും ആണ് ജുംഹൂറും പോയത്. ഏതുവരെ തള്ളപ്പെടണം എത്തായനുസ അല സമാഇഹി ബി കൗലി സമയത്തോ അദ്ദസന അഖ്ബറന സമയത്തു എന്നോ അല്ലെ അദ്ദസനാന്നോ അഖ്ബറന പോലത്തെ വാക്ക് പറഞ്ഞുകാണ്ട് സമായിൻ്റെ മേലെ നസ്സാക്കാക്കുന്നത് വരെ തള്ളണം എന്നതിലേക്കുമാണ് ജുംഹൂറും പോയത്. ഇനി ഇരിക്കട്ടെ, എന്തിനാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇയാൾ ചെയ്യണത്? വായിസുല തദ്രീസിനെ പ്രേരിപ്പിക്കുന്ന കാര്യം കറിയക്കൂലി വാദിനാസി അത് ചില മുതലിസീങ്ങൾക്കുണ്ടാവും. ഉറളും വാസിദുൻ മോശമായ ആവശ്യമാണ് ഈ കാരണം ഫായിസമായിവിന് ഷെയ്ഖി അത് നേരെ ഷെയ്ഖിൻ്റെ കല്ലിൽ നിന്നുള്ള കേൾക്കലിനെ അയാൾ ശിഷ്യന്മാരും ഒരു പൂത്തി വെക്കും പോലെ എന്തിനു വേണ്ടിയില്ല പൂത്തി വെച്ചത്? ഈ സേര് സിന്നിഹി നേരെ ഗുരുവിൻ്റെ പ്രായം കമ്മിയതിന് വേണ്ടി. ഇയാൾക്ക് 50 വയസ്സുണ്ട്, അയാൾ ഹദീസ് കേട്ട് 25 വയസ്സുള്ള ഒരാളാക്കുന്ന കേട്ട്, അപ്പോൾ പകുതി വയസ്സുള്ള അയാൾക്ക്. അതുപോലെ ശിഷ്യന്മാരും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ചടപ്പ് മൂപ്പർക്ക് അപ്പോൾ മൂർത്തിച്ചു. വാദിൽ ഷുഹറത്തി അല്ലെങ്കിൽ ഒജാഹിഹി ഇന്ദന്നാസി അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ടോ അതായത് ജനങ്ങളെടുക്കൽ സ്ഥാനമാനം ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ സ്വന്തം ഷെയ്ഖിനെ ശിഷ്യന്മാരുടെ ഒരു പൂത്തിവെക്കും പോലെ. എന്നാൽ വല്ലതീവക്കാർ വാതിലക്കാബരി വലിയ മഹാന്മാരിൽപ്പെട്ട ചിലരിൽ സംഭവിച്ചത് ലൈസലി മിസ്രി ഇത്തരം ഇഖ്ഫാസമായ പോലത്തിന് വേണ്ടിയല്ല. പിന്നെയോ ബൽ മിജഹത്തി ഉസൂഖിഹിം അവർക്ക് നല്ല ഉറപ്പുണ്ടായത് എന്ന ഭാഗത്ത് കൂടിയാണ് ഈ സിഹത്തിൽ ഹദീസ്. എന്തിന്? ഹദീസിൻ്റെ സിഹത്തിന് നല്ല ഉറപ്പുണ്ട്. വസ്തിഗ്ന അൻ അവർക്ക് മിഞ്ചഹത്തിൻ്റെ മജ്മൂമൊക്കെ തഫാക്കിയാൽ മതി. വസ്തിഗ്ന അൻ ആവശ്യം തീർന്നതിന് വേണ്ടിയിട്ടുമാണ് വിഷുഹറത്തിൽ ഹാലിൻ്റെ പ്രസിദ്ധി കൊണ്ട്. ഇമാം ഷുമിനി ഇന്നും പറയുന്നുണ്ട് ഏത്തവിനയക്കൂനൊക്കെ അത് സമയം അതീതമീൻ ജമാഅത്തുമിനി സിക്കാത്തി ഈ മുദല്ലിസ് ഈ ഹദീസിനെ ഒരു സംഘം ആൾക്കാരെന്ന് കേട്ടേക്കാം. ഇയാൾ നേരെ ഉസ്താദ് ആരാണ്? 10 ഉസ്താദുമാരാണ്. ഈ 10 ആളും ഇവരോട് പറഞ്ഞത്. ഈ 10 ആളുമാരെന്ന് കേട്ടാണ് വാൻതാലിക്ക റജുലീൻ. ഇവിടെ വാവില്ലാതെയാണ് ചില കോപ്പിയിലൊക്കെ ഉള്ളത്, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളിൽ വാവില്ലെങ്കിൽ അതാണ് നല്ലത്. അൻതാലിക്ക റജുലീൻ ആ സിക്കാത്ത് ഈ റജുൽ ഈ അദ്ദേഹത്തിൻ്റെ
ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഈ ഷറജില്ല തൊട്ടോ ഇവിടെ വായനദാരിക്ക് റജലി പറഞ്ഞാൽ എൻ്റെ വാവുണ്ടായെന്ന് അർത്ഥം വെക്കുക അറിയാം. ഈ ജമാഅത്തിൻ്റെക്കൊന്നും കേട്ടുകണ് ഈറജിൻ്റെക്കൊന്നും കേട്ടണ് എന്നാവും. അയാളല്ല നല്ലത് സിക്കാത്തിൻ്റെക്കല്ലെന്ന് കേട്ട് സിക്കാത്ത് അന്താലിക്ക റജലിയും കേട്ടു വാവില്ലാതെ. ഇങ്ങോട്ട് ഫസ്തനാബിദിക്കിരിഹി ഇങ്ങോട്ട് ഈ ഷെയ്ഖിൻ്റെ ഷെയ്ഖാവുന്ന ഈ റജലിനെ പറയലുകൊണ്ട് ഒരു ആവശ്യം തീർന്നു. ദിക്കിരി അഹദിഹിം ആ ജമാഅത്തിൽ നിന്നുള്ളതായ ഒരാളെ പറയലിനെ തൊട്ടോ ഔദിക്കിരി ജമീഹിം അല്ലെ എല്ലാവരും കൂടി പറയലിനെ തൊട്ടോ ആവശ്യം തീർന്നു നിൽക്കുകയാണ്. കാണത്തെ ഹക്കൊക്കെ ഹി താൻ തനിക്ക് ഉറപ്പായതിന് വേണ്ടി വിശിഹാത്തിൽ അതീതി ഫിഹി ഈ റജിൻ്റെ കാര്യത്തിൽ അതീത് സഹികണ്ടെന്ന് മൂപ്പർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് മൂപ്പര് നേരെ ഉസ്താദുമാരെ വന്ന് 10 ആളെ പറഞ്ഞില്ല. ഇങ്ങനെ സാധ്യത ഉണ്ട്. ആര് ചെയ്യുമ്പോഴേക്കും എഫലു മുർസിലിൻ്റെ ശേഷമുള്ളതൊരു സഹാബിയാണല്ലോ. അപ്പം എന്ത് ചെയ്തോളും ഓരെ മനസ്സിലാക്കിയോളും വിചാരിച്ചാണ് നേരെ റസൂലുള്ളാഹി സൂട്ടാക്കും മുർസലീങ്ങൾ. ആ മുർസലീങ്ങൾ ചെയ്യുന്ന പോലെ ഇയാളും കാട്ടിയേക്കാകാൻ സാധ്യത ഉണ്ട് എന്ന് ഇമാം ശുമുനി പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈൻ വഖഅ ഫീ ഇസ്നാദിൻ ഔ മത്നിൻ സനദിലോ അല്ലെങ്കിൽ മത്തിനിലോ സംഭവിച്ചു പോയാൽ ഇഖ്തിലാഫു മിനർ റുവാത്തി റിപ്പോർട്ടർമാരുടെ വക്കൽ നിന്ന് വ്യത്യാസം വന്നാൽ ഇഖ്തിലാഫ് വന്നാൽ എങ്ങനെ വ്യത്യാസം? തഖ്ദീമിൻ ഒരാൾ മുന്തിച്ചും വതഖീരിൻ ഒരാൾ ബിന്ദിച്ചും പറഞ്ഞു. ഔ സിയാദത്തിൻ ഔ നുഖ്സാനിൻ അല്ലെങ്കിൽ ഒരാൾ കുറച്ച് ഏറ്റി ഒരാൾ കുറച്ച് കുറച്ചു. ഔ വിദാലി മക്കാനി റാവിൻ മക്കാന റാവിൻ ആഹറ ഒരു റാവിൻ്റെ സ്ഥലത്ത് മറ്റേ റാവിനാക്കി. ആകെ 5 ആളാണ് പരമ്പരയിലുള്ളത്. അതിൽ മൂന്നാമത്തെ ആൾ ഒരാളേൽ സെയ്ദാണ് ഒരാളേൽ അഹമ്മദാണ്. അല്ലെങ്കിലോ മത്തിനിൻ മക്കാൻ ആഹർ മത്തിനിൻ ഒരു മത്തിൻ്റെ സ്ഥാനത്ത് വേറെ മത്തിനാണ്. ഇതൊക്കെ ഒന്നാ പരമ്പരയൊക്കെ ഒന്നാ. ഔ തസ്ഹീഫ് യസ്മായി സനദി സനദിൻ്റെതായിരിക്കുന്ന ഇസ്മുകൾ തസ്ഹീഫ് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ സഈദാണ് ഒരാൾ സഈദാണ് ഇങ്ങനെയൊക്കെ. ഔ അജ്സായിൽ മത്തിനി അല്ലെങ്കിൽ മത്തിനിൻ്റെ ഭാഗങ്ങളിൽ ഇഖ്തിലാഫ് സംഭവിച്ചാൽ ഔ ഇഖ്തിസാരിൻ അല്ലെങ്കിൽ ഒരാൾ കുറച്ച് ലഫ്ള് ചുരുക്കി മാനാ തിരിച്ചുങ്ങാണ്ട് ഇഖ്തിസാർ ചെയ്തിന് ഒരാൾ പരത്തിയാണ് പറഞ്ഞത്. ഔ ഹദ്ഫിൻ അല്ലെങ്കിൽ ഒരാൾ കുറച്ച് വെട്ടി ഒഴിവാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ഔ മിഥിലിദാലിക്ക അല്ലെങ്കിൽ പോലത്ത് കൊണ്ടൊക്കെ ഇഖ്തിലാഫ് സംഭവിച്ചാൽ ഫൽ ഹദീസ് മുസ്തറബുൻ ഹദീസ് മുസ്തറബാണ്. ഫഇന്നം കനൽ ജംഉ ഫിഹ അതിൽ ജം സാധിക്കുമെങ്കിൽ ചരിതവൽ ഫബിഹ എന്നുള്ളത് അങ്ങനെ ആവും. പിന്നെ ഫബിഹന്നെ ഖബറാക്കി അതുകൊണ്ട് പഠിക്കാവുന്നതാണ്. അതിൽ ജമ്മു സാധിക്കുമെങ്കിൽ ജവാബ് കളയപ്പെട്ടു പോയേക്കാണ്. അവിടെ പ്രശ്നം കഴിഞ്ഞു. വയില്ല അങ്ങ് ജമ്മു കഴിയില്ലെങ്കിൽ ഫത്തവക്കുഫു ഹദീസ് തീരുമാനം ആകാതെ നിർത്തിവെക്കപ്പെടണം. വിഷയം മാറി. ഇനി ഹദീസ് മുതറതം ഞാൻ നോക്കാം. വൈനദർ ജറാവി കലാമുഹോ കലാമുഹൈരിഹി തൻ്റെ കലാമിനെയോ മറ്റൊരാളുടെ കലാമിനെയോ റാവി തിരികെ പ്രവേശിപ്പിച്ചാൽ തിരികെ കയറ്റിയാൽ ഈ വൈറുസാബീനോ താബീൻ മസലൻ ലിഗർല മിനൽ അഗറാലി ആവശ്യങ്ങൾപ്പെട്ട എന്തൊരാവശ്യത്തിന് വേണ്ടിങ്ങാണ്ട് ഇതറാജ് ചെയ്താൽ ബയാനിൽ ലോത്തി ഭാഷ വിവരിക്കും പോലെ ഔ തഫ്സീരിൽ മാന ആശയത്തിനെ വിവരിക്കും പോലെ ഔ തഖീദിൽ മുത്തലക്കി നിരുപാധികം പറഞ്ഞതിനെ നിബന്ധനയോടെ പറയും പോലെ നബിതാലിക്ക ഈ പോലത്തെ ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിങ്ങാണ്ടാണ് ഇതറാജ് ചെയ്തതെങ്കിൽ ഹദീസ് മുദറജുൻ അൻ ഹദീസ് മുദറജ് എന്ന പേര് ഫസ്ലുൻ തമ്പീഹുൻ. ഈ തമ്പീഹിലെ ചർച്ച എന്താ പറയുക? വാദൽ മബുഹസു ഈ തമ്പീഹിലെ അല്ലെങ്കിൽ ഈ ഫസലിലെ ചർച്ച എൻജറു വലിഞ്ഞുകൂടും. ഇല റിവായത്തിൽ ഹദീസി നഖ്ലി ഹാബിൽ മായനാൻ ഹദീസിനെ നഖ്ലി ചെയ്യലിലേക്കും റിപ്പോർട്ട് ചെയ്യലിലേക്കും മായന കൊണ്ട് റിപ്പോർട്ട് ചെയ്യലിലേക്ക് വലിഞ്ഞുകൂടുമ്പോൾ പറ്റൂല എന്നുള്ള വിഷയമാണ് ഈ തമ്പീഹിലെ ചർച്ച. എന്നാൽ അതിലേക്ക് വലിഞ്ഞുകൂടും എന്ന് പറഞ്ഞാൽ വഫീ ഇഖ്തിലാഫുണ്ട് 4 അഭിപ്രായമുണ്ട്. ഫൽ അക്സറൂന അക്സരീങ്ങളും അന്നഹു ജായിസുൻ ഈ മായനോണ്ടുള്ള റിപ്പോർട്ട് ജായിസാണെന്നതിൻ്റെ മേലിലാണ്. മിമ്മൻ്റെ വ്യക്തിൻ്റെ ഒക്കെ നിന്ന് ഹുവ വ്യക്തി ആലും ബിൽ അറബിയത്തി അറബി ഭാഷ കൊണ്ട് അറിയുന്നവനാണ്. മാഹിറും ബി അസാരി ബിൽ കലാമി കലാമിൻ്റെതായ അറബി കലാമിൻ്റെതായ ഉസ്ലൂബുകളിൽ അതിൻ്റെ ശൈലികളിലൊക്കെ നല്ല പരിജ്ഞാനിയാണ്. ഹസന സെയ്ദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തതിൻ്റെ അർത്ഥം? അവിടെ സെയ്ദിനെ ഒച്ചമാക്കിയ കാര്യം ചോദിക്കൊന്നും അല്ല. താജുബാണ് നോക്കും മനസ്സിലാക്കണം. ആരും ബി ഹവാസി തറാക്കി ബി പ്രത്യേക തർക്കീബുകളെ കൊണ്ടൊക്കെ ലില്ലാഹി ദർറുഹു ഓനാണ് പാലിൻ്റെ ഗുണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പാലും മോരൊന്നും അല്ല എന്ന് മനസ്സിലാക്കാനായൊക്കെ അറിയും. മഫൂമാത്തിൽ ഹിതാബിൻ്റെ മഫൂമ്യമായതിനെ തരും. മന്തൂക്ക് മാത്രമല്ല ഇന്ന് മനസ്സിലാക്കിയെടുക്കുന്ന മഫൂമും മനസ്സിലാവും. ഇങ്ങനത്തെ ആക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല. എന്തുകൊണ്ട്? ഇനി എല്ലാ യുക്തിയാവും പഴപ്പിക്കാതെക്കാൻ വേണ്ടി ജിയാദത്തിമിന് കുസാനി ഏറ്റൽ കൊണ്ടും കുറക്കൽ കൊണ്ടും പഴപ്പിക്കാതെക്കാൻ വേണ്ടിങ്ങാണ്ട് ഇങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ഈ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല എന്ന് അക്സരീങ്ങളും ഒക്കെ. ഇല ജായിസും ബി മുഫ്രദാത്തിൽ ഫാലിദൂന മുറക്കബാത്തി കലാം ഒന്നായിട്ട് മാറ്റാൻ പറ്റൂല. ഒറ്റ ലഫ്സുകൾ ഇങ്ങനെ മാണെങ്കിൽ മാറ്റാം, മുഫ്രദായ ലഫ്സുകളൊക്കെ മാറ്റാമെന്ന അഭിപ്രായം. വക്കീല. മൂന്നാമതൊരു അഭിപ്രായം ജായിസുല്ലിമൻ ഇസ്താദർ അൽഫാദുഹു മുത്തരബിൻ്റെ വായിൽ നിന്ന് വന്ന ലഫുൽ അങ്ങനെ തന്നെ ഹിഫ്ലുള്ള ആൾക്കാണെങ്കിൽ പറ്റും. എന്താ ഉള്ള ഗുണം? താത്ത മക്കലമി തസറുഫി
എന്നാൽ ഓനെ തസറുഫ് നടത്താൻ പറ്റും. അഥവാ ഒറ്റ പാളീനെങ്കിൽ ഇങ്ങോട്ട് മടങ്ങി വയ്ക്കാൻ പറ്റില്ല. എങ്ങനെ യഥാർത്ഥ വാക്ക് എങ്ങനെയാണ്? വക്കീല ജായിസുല്ലിമൻ എസ്തഫുൽ മഹാനി അല്ല ദീസി വരസി അൽഫാൽഹ ഹദീസിൻ്റെ ലഫ്ള് മൂപ്പർക്ക് മനസ്സിലുണ്ട്, പക്ഷേ ലഫ്ള് മായന മനസ്സിലുണ്ട്, പക്ഷേ ലഫ്ള് മറന്നുപോയി. അങ്ങനത്തെ എനിക്ക് പറ്റുന്നൊരു അഭിപ്രായം. കാരണം എന്താ പറഞ്ഞാൽ ഉറത്തി നിർബന്ധ സാഹചര്യം ആയതുകൊണ്ട് പറ്റുന്നവർ പറഞ്ഞത്. എന്ത് നിർബന്ധം? ഫി ഹസീലിൽ അഹ്കാം, ദീനിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുന്നതിൽ നെറുറത്തായതുകൊണ്ട്. അതിൻ്റെ വാക്കിൻ്റെ പറഞ്ഞു ഉമ്മാമൽ ഇസ്തഹദർ അൽഫാ ലഫ്ള് അങ്ങനെ തന്നെ മനസ്സിലുള്ളവൻ പല അജൂദു ലഹു അവനിക്ക് മാന റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അലി അതിൽ നെറുറത്തി നേരത്തെ പറഞ്ഞ നെറുറത്താടല്ലാത്തതിന് വേണ്ടി. വാദൽ ഖിലാഫു അഭിപ്രായ വ്യത്യാസം ഫിൽ ജവാസി വാദിമി പറ്റൂല എന്നുള്ള കാര്യത്തിലാണ്. അമ്മ ഉലവിയത് റിവായത്തിൽ ലഫ്ലി മിന്നൊരു സറും ഫിഹ അത് ലഫ്ലിൽ ഒരു ക്രയം കൂടാതെ ലഫ്ൽ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യൽ ഔലിയാകലാവുന്നത് മുത്തഫഖുൻ അലൈഹി, അതാർക്കും തർക്കമില്ലാത്തതാണ്. കൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലറല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻ്റെ മുഖം അല്ലാഹു തിളക്കമുള്ളതാക്കട്ടെ, സമയമക്കാലത്തി എൻ്റെ വാക്കവൻ കേട്ടു, അത് മനപാഠമാക്കി വെച്ചു, ഫദ്ദാഹാ കമാ സമയ കേട്ടതുപോലെ തന്നെ അവൻ അത് ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അൽ ഹദീസ് പൂർത്തിയാക്കിയുള്ള അങ്ങനെ അർത്ഥം വക്കാലി കമ്മാ സമയം അല്ല തീസാന സമയം അഫൂലാക്കും ചെയ്യാം. വന്നക്കൽ ബിൽമാന വാക്കും വിലക്കുതുബി സിത്തീ വകൈരിഹ, ഈ സിഹാ സിത്തിയാവുന്ന 6 കിതാബിലും അല്ലാത്തതിലും ഈ സംഭവം ഈ മായനോണ്ടെല്ലാം നക്കൽ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനത്ത് എന്ന് പറഞ്ഞാൽ യുവാത്തുൽ ഹദീസ് ബിൽ അഫ്ലി അൻഫുലാൻ കൊണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അനത്ത് എന്ന് പറയാം. അനായ ഹദീസ് പറഞ്ഞാൽ ഹദീസിൻ്റെ ഹദീസാണ്. റുവിയബി തരീഖിൽ അനത്തെ തരീഖിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇസ്തഫിൽ അനത്തിൽ സറത്താണിൽ മുആസറത്തു, എന്നിൻ്റെ അപ്പുറത്തുള്ള 2 ആൾക്കാർ ഒരു കാലത്ത് ജീവിക്കണം എന്നാണ് ഷർത്ത്. ഇന്ത മുസ്ലിമുള്ളവരുടെ അടുത്ത് ഒരു കാലത്ത് ജീവിച്ചാൽ മതി എന്നാണ്. വല്ലുക്ക പിന്നെ ലക്കയെ ഇളക്കൻ്റെ മസ്തരാണത്. കണ്ടുമുട്ടൽ ഷർത്താണ്. ഇന്ത്യൽ ബുഹാരിൻ്റെ അടുക്കൽ വല്ല അഹദു ശിഷ്യത്വം സ്വീകരിക്കലും ഷർത്താണ്. ഇന്ത കൗമിൻ ആഹരീന മറ്റൊരു കൗമിൻ്റെ അടുക്കൽ. എന്നാലോ മുസ്ലിം റളിയല്ലാഹു അൻഹു റദ്ദാൽ ഫരീഖൈനി, ഈ 2 അഭിപ്രായക്കാരുടെ മേലും റദ്ദ് ചെയ്തു. അഷദ്ദ റദ്ദി, ശക്തമായ റദ്ദ് ചെയ്യൽ. വാലകഫി, റദ്ദിൽ അദ്ദേഹം മുബാലക കാണിക്കുകയും ചെയ്തു, സ്ട്രോങ് ആക്കി. മുസ്ലിമിൻ്റെ ഇത് കണ്ടാണ്ടല്ലോ, മുഖദ്ദിമകൾ കണ്ട അന്തം വിട്ടുപോകും. അജാതി പറച്ചിൽ പറഞ്ഞിട്ടുണ്ട് മൂപ്പര് ഇമാം ബുഖാരിക്കെതിരെയൊക്കെ. അനാനത്തുൽ മുദല്ലിസി, ഏതായാലും മുദല്ലിസ വ്യക്തി അനാനത്തെടുത്താണെങ്കിൽ ഒരു മഖ്ബൂൽ, അതെന്തായാലും സ്വീകരിക്കാൻ പറ്റൂല. വകുല്ലു ഹദീസിൻ മർഫൂഉൻ സനദുഹു മുത്തസിലുൻ, സനദ് മുത്തസിലാണ്. അങ്ങനെയുള്ള മുത്തനബിയിലേക്ക് മുട്ടിയ ഹദീസിന് മുസ്നദുൻ, അതിന് മുസ്നദ് എന്ന പേര്. ആദാവുൽ മഷ്ഹൂർ, ഇതാണ് മുസ്നദിൻ്റെ മാനിയിൽ പ്രസിദ്ധമായ മുഅ്തമദലഹി ആധാരിക്കുന്ന അഭിപ്രായം. ബാദുഹും യുസമ്മി കുല്ല മുത്തസിലിൻ മുസ്നദൻ, ചില ആൾക്കാരെന്ത് ചെയ്യുന്ന അറിയാം, സനദ് പരമ്പര മുറിയാത്തിനൊക്കെ മുസ്നദ് അറിയും. ഇങ്ങനെ മൗഖൂഫൻ ഔ മഖ്തൂഅൻ, അത് പിന്നെ റസൂലിലേക്ക് മുട്ടിയാലും താബിയിലേക്ക് മുട്ടിയാലും. അപ്പോൾ ബാദുഹും യുസമ്മിൽ മർഫൂഅൻ മുസ്നദൻ, ചില റസൂലിലേക്ക് മുട്ടിയതിനൊക്കെ എന്ത് അറിയും, മുസ്നദ് അറിയും. വൈകാന മുർസലൻ ഔ മുഅ്ളലൻ ഔ മുൻഖത്തിഅൻ.